എല്ലാവർക്കും നമസ്കാരം. റണസദ്യയാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം വളരെയധികം ഗുരുതരമാണ്. രേണുസുതി ഒരു സാധാരണക്കാരിയാണ്, ജീവിക്കട്ടെ, ആ സ്ത്രീക്കും ജീവിക്കാൻ ഇവിടെ അർഹതയുള്ളേ. എന്തിനാണ് എല്ലാവരും കൂടി രേണുസുതിയെ ഘോഷിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളത്, ക്യാ അപരാധ ഹേ ഇങ്ങനെ അപരാധങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന എൻ്റെ പൊന്നു മക്കളെ ഉള്ള കാര്യം പറയാം. ഇങ്ങനെയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ജീവിക്കേണ്ട ഉള്ള കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ ലൈഫിൽ എന്നാ വേണം പണിക്കോ, എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇമാതിരി അപരാധം കാണിച്ചുകൊണ്ട് ആരും ജീവിക്കേണ്ട. ഇതെല്ലാത്തിനും ഉള്ളൊരു അടിയാക്കട്ടെ. ഇനി നമ്മുടെ നിയമം ഗവൺമെന്റിന്റെ വശത്തു നിന്നും കൂടി ഉറപ്പായിട്ട് നിയമം കൂടി ശക്തമായിട്ട് ഇത്തരം അപരാധ വീഡിയോകൾ, സബ്സ്ക്രിപ്ഷൻ വീഡിയോകൾ ചെയ്യുന്ന എല്ലാ ചാനലുകളും പൂട്ടിക്കണം. അതുവരെ നമ്മൾ സംസാരിക്കും, അതുവരെ പോരാടിക്കൊണ്ടിരിക്കും. പണ്ട് ഇതുപോലെ സംസാരിച്ച് ഈ ബെറ്റിംഗ് ഗാംബ്ലിങ്ങിനൊക്കെ എതിരെ സംസാരിച്ച് അവസാനം അതെല്ലാം പൂട്ടിക്കെട്ടി. അപ്പോഴും കുറെ പേര് ചോദിച്ചു, നീയൊക്കെ സംസാരിക്കുന്നു, നീ ഇവിടെ നിന്ന് പൈസയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നു, കണ്ടന്റ് ഉണ്ടാക്കുന്നു, അല്ലാണ്ട് എന്തെങ്കിലും ഗീരവത്ത് നിന്നെയൊക്കെ കൊണ്ട് സാധിക്കുവാടാ ഉവയെന്ന് ചോദിച്ചവർക്കെല്ലാം തിരിച്ചടി ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് കുറെ പേരൊക്കെ അതുപോലെ കമന്റിൽ തിരുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് ഇതിനൊക്കെതിരെ ശക്തമായിട്ട് എതിർത്തപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചു വെറും കണ്ടന്റിന് വേണ്ടി മാത്രമായിരിക്കും അവന്മാർ ചെയ്യുന്നതെന്ന്. പക്ഷെ കണ്ടന്റ് തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല, പൈസയും കിട്ടുന്നുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് നമുക്ക് ഉണ്ടാവണം. അതില്ലെങ്കിൽ അത്ര നല്ലൊരു കാര്യമൊന്നുമല്ല. ഞാൻ ഈ ലോകം കണ്ട നല്ലവനോ നന്മമാരോ ഒന്നുമല്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കൊടുക്കുന്ന മെസ്സേജുകൾ ഒരിക്കലും റോങ് ആകരുത് എന്ന് ആഗ്രഹിക്കുന്നവനാണ്. അതായത് നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ പറയണം. അതുപോലെ ചില സാഹചര്യങ്ങളിൽ ഞാൻ ചീത്ത വിളിക്കാറുണ്ട്. അത് അർഹിക്കുന്നവർക്കാണ്. അർഹിക്കുന്ന ആൾക്കാർക്ക് ആദരവ് കൊടുക്കണമെന്ന് പറയുന്ന പോലെ ഞാൻ അർഹതയുള്ളവർക്കേ തെറിവിളി കൊടുത്തിട്ടുള്ളൂ. അല്ലാണ്ട് ചുമ്മാ മര്യാദയ്ക്ക് വീഡിയോ ചെയ്യുന്നവർക്കൊന്നും കൊടുത്തിട്ടില്ല. ഊളത്തനങ്ങൾ കാണിക്കുന്നവർക്കേ കൊടുത്തിട്ടുള്ളൂ. വിമർശിക്കുക തന്നെ ചെയ്യും ശക്തമായ രീതിയിൽ. അതിപ്പോ രേണുസുതി ആയാലും തങ്കം ചേട്ടനായാലും ആരായാലും നമ്മൾ വിമർശിക്കേണ്ടവരെ വിമർശിച്ച് തന്നെ വിടും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് വരാം. ഈ രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷൻ ഇവിടെ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കൂല എന്ന് പറയുന്ന കുറെ മരമോന്ത മൊണ്ണകൾക്ക് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. സബ്സ്ക്രിപ്ഷൻ എടുത്ത് കുട്ടികൾ കണ്ടാൽ പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു പാരന്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടോ. ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് കുട്ടികളിൽ എത്തുന്നില്ല, കുട്ടികൾ കാണില്ല, കുട്ടികളുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കിടന്ന് മെഴുകുന്ന ടീംസുകളെടുത്താണ് പറയാനുള്ളത്. നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ ഏതൊക്കെ തരം ഫോൺ ആപ്പുകൾ യൂസ് ചെയ്യുന്നു, അതുപോലെ എന്തൊക്കെയാണ് ഫോണിൽ കാണുന്നത് എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്യുക. ഞാനിന്ന് ഒരു ഹോസ്പിറ്റലിൽ ഇരുന്ന സമയത്ത് എൻ്റെ ഓപ്പോസിറ്റ് ഒരു കുട്ടിയിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ പാരന്റും അതിൻ്റെ കൈക്കുഞ്ഞുമായിട്ട് അവരകത്ത് പോയാണ് ഡോക്ടറെ കാണാനായിട്ട്. ആ കുട്ടി പുറത്തിരിക്കുന്ന സമയത്ത് കുട്ടി ഇങ്ങനെ വോയിസ് എടുത്ത് വെച്ചിട്ട്, ഐഫോൺ ആണെന്ന് തോന്നുന്നു, ഐഫോൺ അല്ലെന്ന് തോന്നുന്നു, അത് മറ്റേ ഇത് ChatGPT എന്തോ ഇട്ടിട്ടാണെന്നുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു, എടുത്തു വെച്ചിട്ട് പറയുന്നു ഹാപ്പി വെഡിങ് മൂവി സീൻസ് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്, തൊട്ടിപ്പുറത്ത് ഇരുന്നാണ് ഞാൻ കാണുന്നത്. ഈ കുട്ടി ഇങ്ങനെ ഹാപ്പി വെഡിങ് മൂവീസ് സീൻസ് എന്ന് പറഞ്ഞപ്പോൾ ആ മൂവിയിലെ കുറെ സീൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ കുറെ വെഡിങ്ങും കിസിങ്ങും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്നതിൽ ഈ കുട്ടി എന്തെങ്കിലും പറയുന്നതിൽ ഒരു തെറ്റ് പറ്റി വേറെ എന്തെങ്കിലും വേർഡ് വീഴ്ന്നു കൊടുത്തു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും സംഭവം ചിലപ്പോൾ ഒന്ന് കയറിത്തരും. അപ്പൊ ഇതൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് കുട്ടികളുടെ കയ്യിൽ പാരന്റ്സ് മൊബൈൽ ഫോൺ കൊടുക്കുന്ന സമയത്ത് ഒന്ന് സൂക്ഷിക്കുക. കുട്ടികൾ എന്തൊക്കെയാണ് കാണുന്നത്, എന്തൊക്കെയാണ് അവർ നോക്കുന്നത്. കുട്ടികൾ ഉപയോഗിച്ച് തീർന്നതിന് ശേഷം മൊബൈലിന്റെ ഫുൾ ഹിസ്റ്ററി എല്ലാത്തിലും കയറി ചെക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കാം. ഈ പിള്ളേർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആപ്പിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ കോപ്പ് കാണിച്ചു വെച്ച് എന്തെങ്കിലുമൊക്കെ പൈസയൊക്കെ അടിച്ചു പോകും. ഇനി അതുപോലെ ഈ സബ്സ്ക്രിപ്ഷൻ ഇതുപോലത്തെ അപരാധങ്ങളിലൊക്കെ ചിലപ്പോൾ കയറി ഞെക്കി അക്കൗണ്ടിൽ നിന്ന് പൈസ പോകും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഒരു പാരന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങളുണ്ട്, നമുക്കൊന്ന് കേട്ട് നോക്കാം. അതൊക്കെ അത്രേ ഉള്ളൂ. പകൽമാന്യമായ ആൾക്കാരാണ്. രാത്രി ഇരുട്ടത്ത് പോവുകയും ചെയ്യും, പകലത്ത് അവരെ കളിയാക്കുകയും ചെയ്യും, ആക്ഷേപിക്കുകയും ചെയ്യും. അതൊക്കെ ഉള്ള കാര്യമാണ്. ചിലവന്മാർ ഇതുപോലെ തന്നെ അപ്പുറത്തോടെ തൊള്ളടിച്ചിട്ട് ഇപ്പുറത്തോടെ വന്നിട്ട് വലിയ നല്ല വെള്ളച്ചമയം, അതൊക്കെ ഉണ്ട്. ഞാനും അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് വേണമെങ്കിൽ നിങ്ങൾ കരുതുക. പക്ഷെ സോഷ്യൽ മീഡിയയിൽ തന്തയില്ലായ്മ ഞാൻ കാണിക്കത്തില്ല. അതുപോലെ എൻ്റെ റിയൽ ലൈഫിലും എനിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ ആ തെറ്റെല്ലാം തിരിച്ചറിഞ്ഞ് റിയലൈസ് ചെയ്തിട്ട് ആ തെറ്റുകളെല്ലാം നമ്മൾ ഞാൻ അന്ന് ചെയ്തത് തെറ്റാണെന്ന് റിയലൈസ് ചെയ്തിട്ട് നന്നാവുന്നുണ്ടെങ്കിൽ നന്നാവണം എന്നേ എനിക്ക് പറയാനുള്ളൂ. അത് രേണുവിനും അങ്ങനെ നന്നാവാൻ വേണമെങ്കിൽ ഒരു അവസരം കൊടുക്കാമെന്ന് നിങ്ങൾ ആരും പറയരുത്. കാരണം അവൾ നന്നാവത്തില്ല. ഇനി അവൾ നന്നാവാൻ വേണ്ട, അവൾക്ക് ഒരുപാട് അവസരങ്ങളുടെ മേലെ അവസരങ്ങളായി. ഇനി സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇവളെ ഫുള്ളായിട്ട് അങ്ങ് ബാൻ ചെയ്ത് കളയണം. അത് എനിക്ക് പറയാനുള്ളൂ. എല്ലാവരുടെ ലൈഫിലും എല്ലാവർക്കും കുറ്റങ്ങളൊക്കെ പറ്റാറുണ്ട്. പക്ഷെ നമ്മൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് നന്നായി കഴിഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ നമ്മൾ അവരെ അതിന്റെ പേരിൽ ക്രൂശിക്കാൻ നിൽക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ രേണുവിന്റെ ഒന്നും കേസിൽ അങ്ങനെയൊന്നുമല്ല. ചെയ്യുന്നത് അപരാധമാണെന്നും കാട്ടപരാധമാണെന്നും തിരിച്ചറിഞ്ഞിട്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു. വാ അമേസിങ്. പക്ഷെ അത് കാണുന്നത് കൂടുതൽ കുട്ടികളാണെങ്കിലും
ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ചർച്ചയായ സബ്സ്ക്രിപ്ഷൻ, ഏറ്റവും കൂടുതൽ സബ്സ്ക്രിപ്ഷൻ നേടിയ മലയാളി പെൺകുട്ടി പർപ്പിൾ ചേച്ചി കാര്യം. ഇതല്ലാതെ ഒരുപാട് നമ്മൾ അറിയാത്ത പ്രശസ്തരായ ഒരുപാട് ആൾക്കാർ നേരത്തെ ചെയ്തു വെച്ച കാര്യമാണ് ഇങ്ങനെ മേനി പ്രദർശനങ്ങളും. അല്ലാതെ എന്തും ആയിക്കോട്ടെ, എന്തിനും പ്രത്യേകിച്ച് കാണാൻ പറ്റുന്ന പ്രതീക്ഷയാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പിതാവിൻ്റെ അടുത്തേക്ക് വരുവാണ്, ഇങ്ങനെ സംഭവം അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞു എടോ കണ്ടു, അതൊക്കെ അവരുടെ ഇഷ്ടം. ഈ ലോകത്ത് ഏത് രീതിയിൽ കാശുണ്ടാക്കാൻ എല്ലാവരും സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യയിലുണ്ട്, അവരത് ചെയ്തോട്ടെ. ഏത് രീതിയിലാണോ കാശുണ്ടാക്കാം, പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടല്ല ഏത് രീതിയിലും അപരാധിച്ച് കാശുണ്ടാക്കേണ്ടത്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കുട്ടികളടക്കം യൂസ് ചെയ്യുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ട കുറച്ച് മെസ്സേജസ് ഉണ്ട്, ക്വാളിറ്റി ഉള്ള അങ്ങനെയുള്ള മെസ്സേജുകൾ വേണം കൊടുക്കുക. അല്ലാണ്ട് അപരാധം എന്ത് അപരാധവും വിളിച്ചു പറയാനുള്ള അല്ലെങ്കിൽ കാണിച്ചു കൂട്ടാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല ഈ സോഷ്യൽ മീഡിയ. എന്റെ മകൻ 13 വയസ്സാണ് ഇങ്ങനെ സംഭവം കണ്ടായിട്ട് ഞാൻ അറിഞ്ഞിരിക്കും. എൻ്റെ ഇത് പൈസ എടുത്തവർ ഇങ്ങനെ ഒരാളുടെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് വീഡിയോ കണ്ടു. അതായത് 13 വയസ്സായിട്ടുള്ള ഒരു കുട്ടി, ഒരു പയ്യൻ ഈ പറയുന്ന പോലെ ഏതോ ഒരു വ്യക്തിയുടെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് അങ്ങയുടെ അക്കൗണ്ടിൽ നിന്ന് എടുത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടു എന്നാണ് പറയുന്നത്. 13 വയസ്സ് പ്രായം തെറ്റിയ പ്രായമാണ്. ഇത്തരം വീഡിയോകളും ഇത്തരം പോക്കൃത്തനങ്ങളും കണ്ടുകൊണ്ട് ഈ 13 വയസ്സായ ഒരു പയ്യൻ മറ്റൊരു പെൺകുട്ടിയുടെ അടുത്ത് ഈ രീതിയിലൊക്കെ പെരുമാറത്തില്ലേ? ഇതുപോലുള്ള ബാക്കിയുള്ള സ്ത്രീകളുടെ കാണാൻ ആഗ്രഹിക്കില്ലേ? നമുക്കത് ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് ശരിയത് തെറ്റ് എന്നൊക്കെ അറിയാം അല്ലെ? ശരിയത് തെറ്റ് ഏത് എന്നൊക്കെ നമുക്കറിയാം. ചിലപ്പോൾ നമുക്ക് ചില ഒരു കടി ഉണ്ടെങ്കിലും നമുക്ക് ശരിയും തെറ്റും മനസ്സിലാക്കി നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കും. പക്ഷെ 13 വയസ്സായ ഒരു പയ്യൻ ഇത്തരം കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവന് ശരിയേത് തെറ്റേതെന്നൊന്നും അറിയാനുള്ള വലിയ പ്രായമൊന്നുമില്ല. അവൻ വഴിതെറ്റും, തൊലയും, നശിക്കും, നാറാണത്താവും. നാളെ ഒരു കൊടും ക്രിമിനലായി മാറും. അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകളെ ചിലപ്പോൾ യൂസ് ചെയ്തെന്ന് വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് പോകും. മൈൻഡ് സെറ്റ് ആ രീതിയിലോട്ട് വളർന്ന് മാറി പന്തലിച്ച് തൊലഞ്ഞ് നാറാണത്താവും. അതുകൊണ്ടാണ് പറയുന്ന കുട്ടികളെ അടക്കം വഴിതെറ്റിക്കുകയാണ് കുറെ കാട്ടപരാധികൾ. ഈ പോൺ സൈറ്റുകളിലും അതിലും ഇതിലൊക്കെ ആണെങ്കിൽ പോയി വീഡിയോ കാണുന്നത് പോലെ അല്ല ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രോളിങ്ങിന്റെ ഇടയിൽ എന്തും വന്നു പോകും. അങ്ങനെ വരുമ്പോൾ പല അപരാധങ്ങളും ഇതിന്റെ ഇടയിൽ കൂടി വന്നു പോകും. അത് കുട്ടികൾ യൂസ് ചെയ്യുന്ന സമയത്താകാം, എന്തും ആകാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്തരം അപരാധങ്ങൾ കാണിക്കണമെന്നുള്ളവർ വേറെ പ്ലാറ്റ്ഫോം നോക്കുക. ഈ പറയുന്ന പോലെ പോൺ സൈറ്റുകളും കാര്യങ്ങളും. അല്ലാണ്ട് ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ വന്നിട്ട് ഇമാതിരി അപരാധങ്ങൾ കാണിച്ച് കാശുണ്ടാക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ നശിപ്പിക്കുന്നത് വളർന്നു വരുന്ന ഒരു തലമുറ മുഴുവനാണ്. ആ ഒരു ബോധമെങ്കിലും ഈ പറയുന്ന അപരാധങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഓരോ സബ്സ്ക്രിപ്ഷൻ എടുത്ത് അല്ലെങ്കിൽ മറ്റു രീതിയിൽ പല റീലുകൾ വിട്ട് അപരാധം കാണിക്കുന്ന ഓരോരുത്തരും ആരും ശ്രദ്ധിക്കണം. ഇവിടെ ആണുങ്ങൾ ഇമാതിരി ഒന്നും കാണിക്കുന്നില്ല. നമുക്ക് അതിനുള്ളൊന്നും ദൈവം തന്നിട്ടില്ലല്ലോ. അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്കത് വല്ലാത്തൊരു ഇതൊരു കാര്യം. നമ്മുടെ മക്കളൊക്കെ ഉണ്ട്, പലരും മക്കളുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ വേറൊരു കുട്ടിയോട് ഞാൻ ഇതിന് ചെയ്ത് സെർച്ച് ചെയ്ത് വേറെ ആളെടുത്ത് പറഞ്ഞത്, ആ കുട്ടി പറഞ്ഞത് എൻ്റെ ക്ലാസ് ടീച്ചർ എൻ്റെ അടുത്തുള്ള ഒരു ഇന്നാണ്, അവരെ കാണുന്ന പോലെ എനിക്ക് ഇവരെ കാണാൻ തോന്നുന്നു അല്ലെ തോന്നുന്നു. അപ്പൊ അവരെ കുറിച്ച് കൂടുതൽ കാണാൻ വേണ്ടി ഞാൻ പൈസ ഒപ്പിച്ച് സബ്സ്ക്രിപ്ഷൻ എടുത്തു. 13 വയസ്സാണ് അത് പറഞ്ഞത്. നിങ്ങളൊന്ന് ഓർക്കണം, ഇത് 13 വയസ്സായ ഒരു കുട്ടി ചെയ്തിട്ടുള്ളതാണ് സബ്സ്ക്രിപ്ഷൻ, അത് ഇത് അപരാധങ്ങൾ. അപ്പൊ ഇവളുമാര് ഈ സബ്സ്ക്രിപ്ഷനും അതും ഇതുമൊക്കെ വെച്ചിട്ട് അപരാധം കാണിക്കുന്നവളുമാര് എത്രത്തോളം നമ്മളെ സൊസൈറ്റി നശിപ്പിച്ച് നാറാണത്താക്കുന്നു. ഇവളുമാര് കോടികളും ലക്ഷങ്ങളും ഉണ്ടാക്കുന്നു. എന്നാൽ വളർന്നു വരുന്ന തലമുറയാണ് ഇവിടെ നശിക്കുന്നത്. ഇവർക്ക് പൈസ കിട്ടുന്നതിന്റെ അസൂയാണെന്ന് പറഞ്ഞുകൊണ്ട് കുറെ എണ്ണം നമ്മളെ മെക്കിട്ട് കയറാറുണ്ട്. എനിക്കെന്തോ അവർക്ക് പൈസ കിട്ടിയ അവർക്കുള്ള, പക്ഷെ ആ പൈസ കൊണ്ട് അവരുടെ ജീവിതം സുരക്ഷിതമാക്കുമ്പോൾ ഇവിടെ നശിക്കുന്ന മറ്റൊരു തലമുറയുണ്ട്. നാളെ നിങ്ങളുടെ എൻ്റെ വീട്ടിലുള്ള സകലமான പെണ്ണുങ്ങളും ഇമാതിരി അപരാധങ്ങൾ വീഡിയോകൾ ചെയ്തിറങ്ങാനെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇറങ്ങി തിരിച്ചാൽ നമുക്ക് തടയാൻ കഴിയുമോ? കാരണം ഇത്തരം ആൾക്കാർക്ക് സൊസൈറ്റിയുടെ അക്സെപ്റ്റൻസ് കൊടുക്കുകയാണ്. അതുകൊണ്ട് നമ്മളെപ്പോലുള്ളവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം വലിച്ചു കീറി ഒട്ടിക്കുക. ഒരു രീതിയിലും ഇവരെ ഒന്നും സപ്പോർട്ട് ചെയ്യരുത്. നമ്മളെ ഗവൺമെന്റ് നിയമം പാസ്സാക്കുക. ഇതുപോലത്തെ അപരാധ വീഡിയോകൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും തുടച്ചു മാറ്റണം പൂർണ്ണമായും. അതാണ് എനിക്ക് പറയാനുള്ളത്. നാളെ വളർന്നു വരുന്ന തലമുറയെ നശിപ്പിക്കുന്ന ഇത്തരം അപരാധങ്ങൾ എല്ലാം ഇവിടെ നിന്ന് തുടച്ചു മാറ്റണം. പിന്നെ വേറൊരു പരട്ടക്കളവൻ എനിക്കെതിരെ വന്ന് തെറി വിളിച്ചിട്ടുണ്ടായി. നിനക്കുള്ള മറുപടി ഞാൻ തരുവോളാം, ഞാൻ കുറച്ച് തിരക്കാണ്, നിനക്ക് സെപ്പറേറ്റ് ഫാൻ ബേസിൽ ഞാൻ ഇരുന്ന് മറുപടി തന്നാലേ നിനക്ക് ശരിയാവത്തുള്ളൂ. കാണുകയാണെങ്കിൽ കേട്ട് വച്ചോ, കേളാവ പരട്ട നാറി. ചിലപ്പോൾ നമ്മൾ അറിയാതെ എത്ര പേര് ഇതിൽ വഴിവഴിച്ചു കൊണ്ടുണ്ടാവും. പണ്ട് നമ്മുടെ സിനിമകളിലും മറ്റും ക്യാമറ ഡാൻസ് എന്ന് പറഞ്ഞ ഒരു കൂട്ട ആൾക്കാർ, അവർ ആ ക്യാമറ ഡാൻസ് അതൊരു സീനിൽ അഭിനയിച്ചു പോകും, മറ്റുള്ള നടിമാർ മറ്റു വേഷങ്ങൾ അഭിനയിച്ചു പോകും. ഇപ്പൊ എന്താണ് അവസ്ഥ? ഇപ്പൊ മെയിൻ നടിമാരടക്കം അതിനപ്പുറം ഐറ്റം ഡാൻസ് ചെയ്ത് അഭിനയിക്കുന്നു. അവരൊക്കെ ഭയങ്കര സംസ്കാര സമരരായ ആൾക്കാർ. അതിന് വേറൊരു പുറം തന്നെ ഇപ്പോൾ കാണിക്കുന്നു. ഇവരൊക്കെ സമൂഹത്തിൽ ഭയങ്കര ഉന്നതയിലുള്ള ആൾക്കാർ. ഇവർ കാണിക്കുന്ന കാര്യം മൈ ബോഡി മൈ ഫ്രീഡം അല്ലെ, എനിക്ക് എന്ത് ചെയ്യാം, ഓക്കെ എല്ലാവരും സ്വാതന്ത്ര്യം. പക്ഷെ നശിക്കുന്ന ഒരു പുതിയ തലമുറയാണെങ്കിൽ അതിൽ നമ്മൾ ഇടപെടുക തന്നെ വേണം. കാര്യം അവര് നശിച്ചു കഴിഞ്ഞാൽ ആളൊരു തലമുറ ഇല്ല. മനസ്സിലായില്ലേ? ഇവർ ഈ പറഞ്ഞ വൃത്തിയായിട്ട് ഇതിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത്ര അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യേണ്ടത് നമ്മുടെ കാര്യം. ഈ പറഞ്ഞ പർപ്പിൾ ചെയ്തൊരു ഡയലോഗ് കിടക്കാം.
അവരുടെ ബോഡി പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അവർ അത് സെല്ല് ചെയ്യുന്നത്. അതങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഇന്നർ വെയേഴ്സ് അത് സെല്ല് ചെയ്യുന്ന എങ്ങനെ മാർക്കറ്റിൽ, അല്ലാതെ ഒരു ചുരിദാർ എടുത്തിട്ട് വന്നിട്ട് അപ്പൊ അതങ്ങനെയാണ്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. അല്ലാതെ അതിനെ സെക്ഷലൈസ് ചെയ്ത് കാണുന്നത് നിങ്ങളുടെ മനസ്സാണ് പ്രശ്നം. അവിടെ ഒരു സ്ത്രീ അങ്ങനെ എല്ലാവർക്കും ആണിനും പുരുഷനൊക്കെ പണ്ടേ പോലെ തുണിയിലാണ് നടക്കാൻ പാടില്ല. അവന് സെക്ഷലായിട്ട് ഒന്നും തോന്നില്ല. ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. പുരുഷന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്ത്രീക്ക് സംസാരവും അല്ലെങ്കിൽ അതിന്റെ രീതിയിലുള്ള ഇതുകൊണ്ടാണ് വികാരം ഉണ്ടാവുന്നത് എല്ലാവർക്കും അറിയാലോ. അപ്പൊ സ്ത്രീക്ക് വ്യക്തമായിട്ടാണ് ശരീരം ഇന്ന സ്ഥലത്തേക്ക് നോക്കുന്നു, അവന് വികാരം ഉണ്ടായിട്ട് നോക്കുന്നവർക്ക് അറിയാലോ. എന്നിട്ട് ഇവരെങ്ങനെ കണ്ണടയ്ക്കും? ഈ കണ്ട ഈ അടുത്തൊരു ചർച്ചകളിലൊക്കെ സ്ത്രീകൾ ചോദിക്കുന്നത് എന്താണ് ഇവർക്ക് തോന്നുന്നത്? പൈസ ഉണ്ടാക്കുന്ന ഏത് മാർഗം ഉപയോഗിക്കുന്നത് നോക്കുമ്പോൾ നമ്മുടെ ശരീരമൊക്കെ ഏത് ഇപ്പൊ വന്നത് ചിലപ്പോൾ 18 വയസ്സ്, അതിനും ചെറിയ ആൾക്കാരുണ്ട് നമുക്കറിയില്ല. അതും ചെറിയ പിള്ളേർ മോമുടി കിട്ടി അവർ ശരീരം കാണിച്ച് പൈസ കിട്ടിയാൽ മതി, എങ്ങനെ ജീവിച്ചാൽ മതി എന്നൊരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ സമൂഹം ഇന്നത്തെ പൈസയ്ക്ക് വേണ്ടിയിരിക്കുന്നതാണോ? പക്ഷെ ഗവൺമെന്റ് എന്തൊരു തീരുമാനം എടുത്തവർ അല്ലെങ്കിൽ ഒരു ഗുണമില്ലാത്ത വെറും പഴംപുഴുങ്ങികളായ ഒരു തലമുറ മാത്രം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഇത് ചെയ്യുന്ന ആൾക്കാർ ഒരു ന്യായീകരിക്കാണ് നിങ്ങൾ ചെയ്യുന്നത്. ഈ സമൂഹത്തിനടുത്ത് ഏറ്റവും വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും കേവലം ഒരു പൈസയ്ക്ക് മാത്രം നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. അത്രേ ഉള്ളൂ. എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്റെ അഭിപ്രായം ഇതൊക്കെ തന്നെയാണ്. ഞാൻ ഈ വ്യക്തി പറഞ്ഞ ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്നു. കാരണം വെറും പഴംപുഴങ്ങികളായിരിക്കില്ല നമ്മുടെ വളർന്നു വരുന്ന തലമുറ. വെറും കാമക്കടുവകളും കാമപ്രാന്തന്മാരും എന്താണ് ഒരു സ്ത്രീയുടെ അടുത്ത് പെരുമാറേണ്ട രീതി എന്ന് പോലും അറിഞ്ഞൂടാത്ത വെറും പോക്കത്തം കാണിക്കുന്ന വെറും അപരാധികളായി മാറും നമ്മുടെ വളർന്നു വരുന്ന സൊസൈറ്റി. നിങ്ങളെല്ലാം ആലോചിച്ചോ, എഴുതി വെച്ചോ ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും മാറ്റം വരുമെന്ന്. കാരണം ഞാൻ ഇപ്പോഴും പറയാം, ഞാൻ വലിയ നല്ല മറ്റേ നന്മ മരമെന്നൊന്നും വിചാരിക്കരുത്. പക്ഷേ സൊസൈറ്റിയിലേക്ക് ഞാൻ കൊടുക്കുന്ന മെസ്സേജ്, സോഷ്യൽ മീഡിയ വഴി ഞാൻ കൊടുക്കുന്ന മെസ്സേജ് അതൊരിക്കലും റോങ് അല്ല. ഞാൻ റോങ് അങ്ങനെ കൊടുക്കത്തില്ല. ഞാൻ ഒരിക്കലും സോഷ്യൽ മീഡിയ വഴി വന്നിട്ട് പല കൂത്തുകളും ആവാസങ്ങളും കാണിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കത്തില്ല. ഞാൻ പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ ക്വാളിറ്റി കാണും. ചിലപ്പോൾ നിങ്ങൾ പറയും എന്ത് ക്വാളിറ്റിയാണ്, നിലവാരമില്ലാത്ത സംസാരം നീ സംസാരിക്കാറുണ്ടെന്ന് പറയും. ഓഫ് കോഴ്സ് സംസാരിക്കും. നിലവാരം കെട്ട സാധനങ്ങൾക്ക് എതിരെ സംസാരിക്കുന്ന സമയത്ത് നിലവാരമില്ലാതെ തന്നെ സംസാരിക്കേണ്ടി വരും. അതൊരിക്കലും തെറ്റല്ല. കാരണം അത്രയും നിലവാരമില്ലാത്തതിനൊക്കെ ആ രീതിയിൽ തന്നെ വിമർശിക്കണം. കാരണം ആ രീതിയിൽ വിമർശിച്ചാലേ ഇതിനൊക്കെ കൊള്ളത്തുള്ളൂ. ഇവിടെ എത്രയോ പേര് വിമർശനങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ ഈ രേണുസുധിയെ പോലുള്ളവർ എത്ര പേർക്ക് റിപ്ലൈ തിരിച്ചു കൊടുക്കുന്നുണ്ട്. കൊള്ളുന്ന രീതിയിൽ സംസാരിക്കുന്നവർക്ക് മാത്രമേ റിപ്ലൈ കൊടുക്കുന്നുള്ളൂ. അതെന്തുകൊണ്ടാണ് ചിന്തിക്ക്. നമ്മൾ പറയുന്നത് കൊള്ളുന്നുണ്ട്, അങ്ങനെ നന്നാവേണമെങ്കിൽ നന്നാവട്ടെ, പക്ഷെ നന്നാവത്തില്ല. അതുകൊണ്ട് ഗവൺമെന്റ് തീരുമാനം എടുത്ത് ബാൻ ചെയ്യുക ഇതിനൊക്കെ. ഇനി നമ്മുടെ പ്രിയങ്ക ചേച്ചി പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രിയങ്ക ചേച്ചി ഒരു സമയത്ത് രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് തന്നെ കാര്യം പിടികിട്ടി. ഈ അപരാധങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ ഈ സൊസൈറ്റി നശിച്ച് നാറാണത്താവുന്നത്. കേട്ടു നോക്കാം. പക്ഷെ ഒരു ഞാൻ പറഞ്ഞോട്ടെ, രേണുസുധീനെ പുള്ളിക്കാരി ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ട്, ഒരു 100 രൂപ പോലും സമയത്ത് 100 പോലും എടുക്കാനില്ലാത്ത സമയത്ത് മോന്റെ ഇതൊക്കെ നോക്കുന്ന ഫ്ലവേഴ്സാന്ന് പറയുന്നത് എനിക്കിതൊന്നും അറിയില്ല. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പൈസ കുറച്ച് സമീപിച്ച് ഉണ്ടാക്കിയപ്പോ നമ്മൾ ഇരിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ് പരസ്യമായിട്ട്. അപ്പോ ജനങ്ങൾ ചോദിക്കുന്നതിന് കുറച്ചെങ്കിലും മറുപടി കൊടുക്കണം. ഈ ജനങ്ങളെ കാണിക്കാനാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ വെറുതെ എവിടെയെങ്കിലും പോയി വിളിച്ച് ഷൂട്ട് ചെയ്ത് പൈസ കിട്ടുമോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫാമിലിയും കൂടെ അറ്റാച്ച് ചെയ്യണമായിരുന്നു. മക്കളെയും കൊണ്ടുവന്ന് സംസാരിക്കുകയോ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, അയ്യോ അമ്മ എന്താ ഇങ്ങനെ നടക്കണേ എന്നുള്ള ചോദ്യം ചെയ്യാത്ത രീതിയിൽ ഡ്രസ്സിങ്ങിലും കാര്യങ്ങളിലും കുറച്ച് ശ്രദ്ധിക്കണം. ഞാൻ അവരെ കുറ്റം കുറ്റമല്ല, പക്ഷെ ഞാനൊന്ന് പറഞ്ഞു ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അല്ല, ഈ മക്കളോട് ഈ വളർന്നു വന്ന മോനോട് അവന്റെ കൂട്ടുകാരന്മാരൊക്കെ ചോദിക്കുന്നുണ്ടാവും. പക്ഷെ ഇപ്പൊ പുള്ളിക്കാരി സബ്സ്ക്രിപ്ഷൻ തന്നെ തുടങ്ങിയപ്പം ഈ ഫസ്റ്റ് ഡേ തന്നെ ഒരുപാട് പേരാണ് പുള്ളിക്കാരി സബ്സ്ക്രിപ്ഷൻ കിട്ടിയത്. എന്തുകൊണ്ടാ ഇവിടെ കാണിക്കുന്നതല്ല അതിനകത്ത് വേറെ കാണിക്കുന്നത്. അപ്പൊ ആൾക്കാരത് നോക്കാൻ വേണ്ടി ഞാന് ഒരു കാര്യം പണ്ടേ പറയാറുണ്ട്, ഈ രേണുസുധി ആയാലും മറ്റുള്ള സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന അപരാധങ്ങളായാലും ഇവളുമാര് കാട്ടിക്കൂട്ടുന്നത് നാളെ സൊസൈറ്റിയിൽ ഇറങ്ങുന്ന സമയത്ത് അവരുടെ മക്കളാണ് അത് ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഏറ്റവും കൂടുതൽ. കാരണം നിന്റെ അമ്മയല്ലേ മറ്റേവള്, അയ്യോ നിന്റെ അമ്മേരെ മറ്റത്, ഈ ഒരു സെറ്റപ്പ് സാധനങ്ങൾ ആ കുട്ടികൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇന്ന് നല്ല സജിന വന്നിരുന്ന് പറയുന്നിട്ട് കുട്ടികളുടെ കാര്യത്തിൽ എന്ത് കൺസേൺ, ഞാൻ മറ്റേ സമൂഹത്തിൽ ഇറങ്ങി കുട്ടികൾക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യണമെന്ന്. എടാ ഇവളുമാര് കാണിക്കുന്ന പേക്കൂത്തുകൾ നാളെ കുട്ടികളാണ്. ഇവളുമാരിപ്പോ രേണു ആയാലോ അല്ല വാട്ടവർ ഹൂവർ ആരെങ്കിലുമൊക്കെ അവര് പേഴ്സണൽ ലൈഫിൽ അപരാധങ്ങൾ കാണിച്ചു കടന്നു കഴിഞ്ഞാൽ പൊതുസമൂഹം അത് അറിയത്തില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് അതേ അപരാധം കാണിക്കുമ്പോൾ അത് പൊതുസമൂഹം കാണുന്നുണ്ട്. കാണുമ്പോൾ അവർ ആ രീതിയിൽ വിലയിരുത്തും. അങ്ങനെ വിലയിരുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നാളെ അവരുടെ മക്കളായിട്ടുള്ളവർ പുറത്തിറങ്ങി നടക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ അപരാധിയുടെ മകനല്ലേ മകളല്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആ മക്കൾക്കുണ്ടാവും. അത് ആദ്യം ചിന്തിക്കും.
സബ്സ്ക്രിപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ ഒരു നോർമൽ ഒരു ആക്ട്രസ് ആയിക്കോട്ടെ, കുറച്ച് ഫീൽഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്ന ഒരാള് ഒരു സബ്സ്ക്രിപ്ഷൻ ഇട്ടാൽ പോലും എന്ത് കണ്ടന്റ് ഇട്ടാലും അത് കയറി നോക്കിയാലല്ല കണ്ടന്റ് ഉണ്ട് എന്ന് നമുക്കറിയും. പക്ഷെ പുള്ളിക്കാരിയുടെ ആ ഒരു ഒരുപാട് കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് വന്നത്. പക്ഷേ പൊസിഷൻ ആയോ? അതെ അതെ. 100 രൂപ ആരെയും കൈ നീട്ടണ്ടല്ലോ, വേണ്ടല്ലോ. മക്കളുണ്ടല്ലോ, 2 ആമ്പിള്ളേര്. മക്കൾക്ക് ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ ഇത് തുടങ്ങി, ഞാനിപ്പോ ഇരിക്കുന്ന പോലെയല്ല, ഞാൻ കുറച്ച് മാറി ഒന്ന് അപ്പുറത്തോട്ട് പോയി നോക്കിയേ, എനിക്ക് ഇഷ്ടംപോലെ സാമ്പത്തിക ഇപ്പുറത്ത് വന്നുകൊണ്ടേ ഇരിക്കും ഇല്ലേ? ഞാൻ എന്താ ചെയ്യാത്ത? എന്റെ മോന് ഇപ്പൊ 18 വയസ്സ് കഴിഞ്ഞു, എന്റെ മോൻ വളർന്നു വരുന്നു, ഞാൻ ഒരു അമ്മയാണ്. അപ്പൊ ആ ഒരു ചിന്ത എന്നും എല്ലാവരുടെയും മനസ്സിലും വേണം. ഞാനിപ്പോ രേണു അങ്ങനെ കാണിച്ചിട്ട് കാശുണ്ടാക്കി എന്നല്ല ഞാൻ പറയണത്. ഇവര് പറയാതെ പറഞ്ഞു വെച്ചതും ആ പോയിന്റ് തന്നെയാണ്. ഈ രേണു എന്ന് പറയുന്നവള് അല്ലെങ്കിൽ മറ്റുള്ള സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന അപരാധങ്ങൾ ഇതുപോലെ കാട്ടിക്കൂട്ടുമ്പോൾ നാളെ വളർന്നു വരുന്ന ആ മകനാണ് ഇത് ഫേസ് ചെയ്യേണ്ടത്. ആ ക്വസ്റ്റ്യൻസ്, സമൂഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടി വരുന്നത് ആ മക്കളാണ്. ആലോചിച്ച് നോക്ക്. രേണു നീ കോടികൾ ഉണ്ടാക്കിയാലും കൊക്കക്കോടികൾ ഉണ്ടാക്കിയാലും അർത്ഥമില്ലാതെ പോകും. പണം മാത്രമല്ല ജീവിതം എന്നുള്ളൊരു സാധനം കൂടി നീ അന്ന് മനസ്സിലാക്കും. നമ്മൾ അപരാധിച്ചുണ്ടാക്കിയാലും നേർവഴി ഉണ്ടാക്കിയാലും പണം തന്നെയാണ്. എവിടെ കൊടുത്താലും ഒരേ വാല്യൂ തന്നെയാണ്. പക്ഷെ നിന്റെ ബന്ധങ്ങൾ, നിന്റെ മക്കൾ നിന്നെ തള്ളിപ്പറയുന്ന ആ ദിവസം, ഇപ്പൊ കിച്ചു തള്ളി പറഞ്ഞു, ഇനി ഋതപ്പനും കൂടി വളർന്ന് വലുതായി വരുമ്പോൾ തള്ളിപ്പറയുന്ന ആ ഒരു ദിവസം വരെയുള്ളൂ നിന്റെ ഈ ആയുസ്. ജീവൻ കാണുമായിരിക്കും ശരീരത്തിൽ, പക്ഷെ അർത്ഥമില്ലാത്ത ജീവിതവും ജീവനുമായിരിക്കുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ രേണു. സീരിയസ്ലി പറയാലോ. എനിക്ക് ഈ പറയുന്ന രേണുവിന്റെ അടുത്ത് ദേഷ്യം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഉണ്ട്. കാരണം ഇമാതിരി അപരാധങ്ങളും കാണിച്ച് ഇമാതിരി പേക്കൂത്തുകളും കാണിച്ച് നടക്കുന്ന ആരെയും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല. അപ്പൊ ചോദിക്കും നീ ഇതൊന്നും കാണാത്ത നല്ല പിള്ളേന്ന്. ഞാൻ കാണും എന്ന് പറഞ്ഞ് ഇവളുമാരുടെ സബ്സ്ക്രിപ്ഷൻ ഒന്നും ഞാൻ എടുത്ത് കാണാറില്ല. ഒരിക്കലും ഇന്നേവരെ കണ്ടിട്ടില്ല, ജീവിതത്തിൽ പോയി കാണാറുമില്ല. കണ്ടന്റിന് വേണ്ടിയിട്ടൊക്കെ സെൻഡ് ചെയ്തൊക്കെ വാങ്ങാറുണ്ട്. അല്ലാണ്ട് ഇമാതിരി അപരാധങ്ങൾ ഞാൻ പോയിരുന്നു കാണാറില്ല. എനിക്ക് കാണണമെങ്കിൽ ഞാൻ അല്ലാത്ത രീതിയിൽ കണ്ടോളാം. അല്ലാണ്ട് ഇമാതിരി അപരാധങ്ങൾ വന്നതും കണ്ടിട്ട് സുഖം പിടിക്കേണ്ട ഒരു ആവശ്യമില്ല. കുറെ വ്യക്തികളൊന്ന് പറയുന്നത് സരസ്, അയ്യോ അങ്ങനെ ഗതികെട്ട ഒരുത്തനല്ല ഞാൻ. ഇതിനേക്കാളും നല്ലത് ഞാൻ കട്കരോ. ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ടാക്കിക്കോട്ടെ, പക്ഷെ ജനങ്ങൾ ഇത്രയും ക്രൂശിക്കാനൊന്നുമില്ല. എന്താ സത്യാവസ്ഥ എന്ന് അവർക്കേ അറിയും. അവർക്ക് അറിയാത്തോടത്തോളം കാലം ഞാൻ രണ്ടുപേരും കുറ്റം പറയില്ല. മോന്റെ ഭാഗത്ത് ന്യായം എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ, രേണുവിന്റെ ഭാഗത്ത് എന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ അറിയാത്ത അവരെ കുറിച്ച് പറയാൻ പാടില്ല. എന്റെ കാഴ്ചപ്പാടില് ഞാൻ പറഞ്ഞു, സമൂഹത്തില് ഇതുപോലെ നമ്മൾ പരസ്യമായിട്ട് സോഷ്യൽ മീഡിയാസിൽ വരുമ്പോ ഒന്ന് ശ്രദ്ധിച്ചാൽ കൂടുതൽ പോസിറ്റീവ് വരും. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതും ഭർത്താവ് മരിച്ചൊരു അല്ലേ, ഭർത്താവ് മരിച്ചതാ. അപ്പൊ അതിന്റെ ഒരു ഇത്തിരി കാണിച്ചെങ്കിൽ അവർക്ക് കൂടുതൽ സ്നേഹം കിട്ടുള്ളൂ. അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അവരങ്ങനെ ചെയ്യണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സത്യാവസ്ഥ അറിയാതെ എനിക്ക് കിച്ചുവിന്റെ കൂടെ നിൽക്കാൻ പറ്റില്ല, രേണുവിന്റെ കൂടെ നിൽക്കാൻ പറ്റില്ല. നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അവര് നോക്കി അവര് മാറ്റിക്കോളും. നാളെ ഈ പറയുന്ന കിച്ചു തിരിച്ച് എന്റെ അമ്മയാണ് എനിക്ക് അറിയാതെ പറഞ്ഞു പോയെന്ന് പറഞ്ഞാൽ തീർന്നാ. അത്രയല്ലേ ഉള്ളൂ. അത് വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് അതേ ഉള്ളൂ. നന്നായി പോട്ടെ. സുധി എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും വർക്ക് ചെയ്തിട്ടുണ്ട്. അനൂപിന്റെ ഫ്രണ്ടാണ്, ഫ്ലവേഴ്സിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അത്രയും സ്നേഹമുള്ള ആളാണ് സുധി അല്ലേ. ഭാര്യ നല്ല ഭാര്യയായിരുന്നു സുധിയുടെ ഭാര്യ. ഭർത്താവ് മരിച്ചതിന് ശേഷം ജീവിതം പച്ച പിടിച്ചാലും ജീവനം രക്ഷപ്പെട്ട ലോകത്തിലെ ഏക വനിത അത് രേണു സുധിയാണ്. ഓക്കെ, എന്തായാലും ആ പച്ച പിടിച്ച റൂട്ട് അത്ര ശരിയല്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇവർ പറഞ്ഞ കാര്യം കറക്റ്റ് അല്ലേ. രേണു സുധി മാന്യമായിട്ട് സമൂഹത്തിൽ ജീവിച്ച് നല്ല വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടുപോയി അത്യാവശ്യം നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ, നല്ല രീതിയിൽ അഭിനയങ്ങൾ അഭിനയിച്ചിരുന്നെങ്കിൽ, ആൽബം ആയാലും ഷോർട്ട് ഫിലിം ആയാലും നല്ല രീതിയിലൊക്കെ അഭിനയിച്ചിരുന്നെങ്കിൽ ഈ തള്ളിപ്പറഞ്ഞ എല്ലാവരും ഇവളെ അക്സെപ്റ്റ് ചെയ്തതല്ല. എന്തിന്? നമ്മൾ തന്നെ ഒരു കാലത്ത് ഇവളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് പണ്ട് തുടക്ക സമയത്ത് സുധി മരിച്ചതിന് ശേഷം ഇവളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സഹായങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ യൂട്യൂബ് ചാനൽ തുടങ്ങി അതുവഴി രക്ഷപ്പെടുമെന്നൊക്കെ നമ്മളൊക്കെ പഴയ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവൾക്കതൊന്നും പറ്റത്തില്ല. അവൾക്കിങ്ങനെ അളിഞ്ഞാണി നടന്നാലേ പറ്റത്തുള്ളൂ. എന്തു പാടി പൈസ ഉണ്ടാക്കാൻ ഒരുപാട് മാർഗമുണ്ട്. ഒരു സ്ത്രീ വിചാരിച്ചാൽ ഈ ലോകത്ത് ഏറ്റവും എളുപ്പം പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ആ വഴി തിരഞ്ഞെടുക്കാതെ ജീവിക്കുന്ന ഓരോ സ്ത്രീകളുമാണ് ക്വാളിറ്റി ഉള്ളവരെന്നേ ഞാൻ പറയത്തുള്ളൂ. ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ നിറഞ്ഞ കാമക്കടവുകളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഓരോ വീഡിയോസ് ഇട്ട് ഓരോ സ്ത്രീകൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടല്ലോ. നിന്റെയൊക്കെ ലൈഫ് എന്ത് ക്വാളിറ്റിയാണുള്ളത്? പണം ഉണ്ടാക്കും, പക്ഷെ എന്ത് ക്വാളിറ്റിയാണുള്ളത്? പൈസയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം മാനം വിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. റോഡ് അരികിലൊക്കെ നിൽക്കുന്നതൊക്കെ കാണാറുണ്ട് രാത്രി കാലഘട്ടങ്ങളിൽ. അവർക്കും ഉണ്ട് ഇതിനേക്കാൾ ഒരു അന്തസ്. അവര് നാട്ടുകാരെ മൊത്തം കാണിക്കുന്നില്ലെങ്കിൽ രാത്രി ആരും കാണാതെ നിന്നല്ലേ ചെയ്യുന്നെന്നെങ്കിലും പറയാം. അത് ശരിയാണെന്ന് ഞാൻ വാദിക്കുന്നില്ല, അത് ശരിയാണെന്ന് ഒരിക്കലും വാദിക്കുകയില്ല. പക്ഷേ അതിനേക്കാളും ഗതികേടാണ് ഇത്.
ഓൺലൈനിൽ സ്വന്തം ശരീരം നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് റേറ്റ് ഫിക്സ് ചെയ്യുന്നു. 399, 299, 145, 45. എന്തോന്നട ഇത്? ഇതിനേക്കാളും നല്ല നിനക്കൊക്കെ പോയി പിച്ച എടുത്തൂടെ? അന്തസ്സുണ്ട് അതിന്. നല്ല അന്തസ്സുള്ള പരിപാടിയാണ് പിച്ച എടുപ്പ്. ഇതിനേക്കാളും കൊള്ളാം. എന്തുകൊണ്ട്? എന്നിട്ട് എങ്ങനെയെങ്കിലും ഞങ്ങൾ ജീവിച്ചോട്ടെ, വിധവ കാർഡ്, റേഷൻ കാർഡ്, മറ്റേ കാർഡ്, മറിച്ചേ കാർഡ് എല്ലാം എടുത്ത് അങ്ങോട്ട് ഇറക്കും. വിക്ടിം കാർഡ് ഒരു കൂട്ടമായിട്ട്. കഷ്ടം. ഇങ്ങനത്തെ ഒരു ഗതികെട്ട ജീവിതമായിപ്പോയല്ലോ നിന്റെയൊക്കെ. നീക്ക് എവിടെ ബിഗ് സീറോ ആണ്, സീറോ. ഇപ്പൊ വരും കുറെ മൂട് താങ്ങികള്. ഇനി പ്രിയങ്ക ചേച്ചി പറഞ്ഞ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, കേൾക്കാം. അനാവശ്യമായിട്ടുള്ള കമന്റ്സ് ഒരുപാട് വരുന്നുണ്ട്. ചേച്ചി അതിനെ കുറിച്ച് എന്താണ്? ഇത് അവരുടെ മിസ്റ്റേക്ക് കൊണ്ടാണ്. സ്ത്രീകളെല്ലാവരും നല്ലവരാണെന്നല്ല, ചിലവർ മോശമായിട്ടുള്ളവരുണ്ട്, ചിലവരും നല്ലവരുമുണ്ട്. അപ്പോൾ അത് അവരുടെ മിസ്റ്റേക്ക് കൊണ്ടാണ്. ഇതൊന്നും അവരുടെ ആരുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല. രേണു സുധി എന്ന് പറയുന്ന കുട്ടി ചെയ്യുന്ന വീൽസും അതും ഇതൊക്കെ നമ്മളൊക്കെ കാണുന്നില്ല. അവരവരുടെ വഴിക്ക് വിട്. പലർക്കും പല അഭിപ്രായം ഉണ്ടാവും. അവരിപ്പോ എന്താ അവസ്ഥയിലായി? ആരുടെ മുമ്പിൽ കൈ നീട്ടാതെയും വേറെ രീതിയിൽ പോവാതെ അവർ കാശുണ്ടാക്കി ഓരോ റീൽസ് ചെയ്ത് കാശുണ്ടാക്കി. നമുക്കെന്താ ഇതിലഭിപ്രായം? അവരവരുടെ പാട്ടിന് വിട്. അവർ ചെയ്യുന്ന ജോലി അവർ ചെയ്യട്ടെ. ഞാൻ ചെയ്യുന്ന നിലപാട് ഞാൻ നടക്കും. ഇതൊക്കെ നമ്മുടെ വ്യക്തിപരമായ ഒരു അഭിപ്രായങ്ങളാണ്. അതൊന്നും ആർക്കും തടസ്സം നിൽക്കാൻ യാതൊരു അധികാരവും ആർക്കും ഇല്ല. അത് അവർ ചെയ്തോട്ടെ. പലരും പലതും പറയും. എന്നൊരു കാര്യം ചെയ്യട്ടെ, ഈ പറയുന്ന ആൾക്കാരെല്ലാം രേണു സുധിക്കും എല്ലാ മാസവും ഒരു 5 ലക്ഷം 2 ലക്ഷം വെച്ച് അങ്ങ് കൊടുക്കട്ടെ. രേണു സുധി വീട്ടിലിരിക്കട്ടെ. എന്താ നല്ലതല്ലേ? പറ്റുമോ? ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല, ഒരാളും ചെയ്യില്ല. അപ്പൊ അവര് ഞാൻ പറയുന്നത് തെറ്റായ രീതിയിലല്ലാത്ത രീതിയിൽ. പിന്നെ നമ്മൾ ഒരു ഭർത്താവ് മരിച്ച ഒരാളാണ്, എല്ലാം ശരി തന്നെ. എൻ്റെ അഭിപ്രായത്തിൽ മറ്റുള്ളവരെ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക. നമ്മുടെ സമൂഹത്തിൽ കുറേ നെഗറ്റീവ് കേൾക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് എൻ്റെ അഭിപ്രായമാണ്, വേറെ ആരുടെയല്ല. ഞാൻ എന്ത് ഡ്രസ്സ് ഇടുന്നു, ഞാൻ എന്ത് ഇടുന്നു ഞാൻ തീരുമാനിക്കണം. പക്ഷേ അത് സമൂഹത്തിൽ നടക്കുന്ന ഞാൻ അറിയപ്പെടുന്ന ഒരാളാകുമ്പോൾ ഞാൻ അത് കുറച്ച് അച്ചടക്കം പാലിക്കണമെന്ന് തീരുമാനിച്ച ആളാണ്. അത് എൻ്റെ അഭിപ്രായമാണ്. ഞാൻ എൻ്റെ അഭിപ്രായമായിട്ട് മുന്നോട്ട് പോകും. ഓരോരുത്തരും ഓരോ വഴിക്ക് അവരുടേതായ രീതിയിൽ പോകുന്നതിന് എനിക്കൊരു തടസ്സവും പറയാൻ ഞാൻ ആളല്ല. അവർക്ക് ജീവിക്കണ്ടേ? ഞാൻ പറഞ്ഞ അവരെന്തായാലും ഐശ്വര്യയുടെ അത്രയും ഭംഗിയുള്ള ആളല്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കൊക്കെ അറിയാം. അവരവരുടെ കഴിവിന്റെ ഒരു പരിധി വെച്ച് അവർ അത്രത്തോളം നേടിയെടുക്കുന്നില്ല. ഇങ്ങനെ പറഞ്ഞ പ്രിയങ്ക ചേച്ചിയാണ് പിന്നെ മാറ്റി പറഞ്ഞത്. കാരണം ചേച്ചിക്കും പിന്നെ മനസ്സിലായി ഇത് ക്യാ വരാതെയായിരുന്നു. അങ്ങനെ അവർ നയിച്ചിട്ട് അതൊക്കെ എല്ലാം മാറ്റി പറഞ്ഞിട്ട് അവരും അവരുടെ പാട് നോക്കുന്നുണ്ട്. കൊള്ളാം. അതാണ് മക്കളെ രേണു സുധി. ഇത് കണ്ട കാണാം, ഞാൻ കാണിച്ചു തരാം. അതായത് രേണു, നീ അതപ്പതിച്ചുകൊണ്ടിരിക്കണം. നീ മാത്രമല്ല ഈ മെമ്പർഷിപ്പ് ചെയ്യുന്ന കുറേ എണ്ണം ഉണ്ട്. പക്ഷെ അതിൽ നീ എന്തുകൊണ്ട് ഹൈലൈറ്റ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ നിന്നത് അങ്ങനെ ആയിരുന്നു രേണു. ഒരു സമയത്ത് നിന്റെ ഹസ്ബൻഡ് മരിച്ച സമയത്ത് നീ നിന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലായ്മയിൽ ഒരു നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയായിരുന്നു നീ. അന്ന് മറ്റവൾ വന്ന്, ആര്? ലക്ഷ്മി നക്ഷത്ര. അവൾ വന്ന് നിനക്ക് ആവശ്യമില്ലാതെ പൂച്ചപ്പ് തന്നു. നീ സെലിബ്രേറ്റ് ആണെന്ന് പറഞ്ഞു. അതോടെ കയറി കുന്തളിപ്പ്. പിന്നെ നീ മാന്യായിട്ടൊക്കെ കുറേ ദിവസം നിന്ന് പിന്നെ ദാസപ്പന്റെ കൂടെ നീ എന്ന് ഇറങ്ങി തിരിച്ച് അന്നത്തോടെ തീർന്നു. അന്ന് മറ്റേ ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാ. പിന്നെ പിടിച്ചാൽ കിട്ടിയില്ല. ഇതായ അവസ്ഥ. അന്ന് ആ റീല് ഞാൻ സപ്പോർട്ട് ചെയ്തതാണ്, അവൾ ജീവിക്കട്ടെ. പക്ഷേ അന്ന് സപ്പോർട്ട് ചെയ്തത് പിന്നെ അപരാധം അങ്ങോട്ട് മാറി മാറി കയറിക്കൊണ്ടിരുന്നു. കാരണം ഇത് സഹിക്കാൻ പറ്റാത്തതിൻ്റെ അപ്പുറമായി. അവക്കൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ കാര്യം നമ്പർ 1 ആണ്. പിന്നെ ബാക്കിയുള്ള സമൂഹത്തിലുള്ള ഇനി വളർന്നു വരുന്ന കുട്ടികളോട്ട് ഇതെല്ലാം കൂടി കൺസേണായിട്ട് നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം വിമർശിച്ചത്. കുറേ പേര് പറയും ഇത് കണ്ടന്റിന് വേണ്ടിയിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. ഓഫ് കോഴ്സ് ആണ്. പക്ഷെ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ പറയും. അതിപ്പോൾ രേണു ആയാലും ശരി, രേണുവിൻ്റെ അച്ഛനായാലും ശരി ഞാൻ പറയും. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യത്തിലായാലും ഞാൻ പറയും. നമുക്കൊരു റീല് കാണാം. ഇത് ചാർജ് തരാം നിനക്ക്. എല്ലാവരും കൂടി നാട്ടുകാർ ഇപ്പം ചാർജ് തരും. ലച്ചായിരിക്കുന്നു. എന്തിനാടി നീ ഇങ്ങനെ കിടന്ന് ഉരുളന്ന്? നിന്റെ ചാമാനങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് നീ പേക്കൂത്തുകൾ കാണിക്കുന്നത്. നിനക്ക് തന്നെ സ്വയമേ നിന്നോട് തന്നെ ഒരു ഉളുപ്പ് തോന്നുന്നില്ലേരണോ? എന്തുവാ ഇത്? നന്നാവില്ലെന്നറിയാം, എന്നാലും പറയാ എന്താടോ ഭാര്യരെ താൻ നന്നാവാത്തേ? ബിഗ് സീറോ. സണ്ണി ലിയോൺ പണ്ട് പരിപാടികൾ ചെയ്ത് നടന്നിട്ട് ഒരു നിമിഷത്തിൽ ഒന്ന് കുറെ ചാരിറ്റി ചെയ്ത് അതോടെ സണ്ണി ലിയോൺ കൺകണ്ട ദൈവമായി. അതുപോലെ ഇനി രേണു മസൂദി മാറി തിരിയോടെ അറിയാൻ പാടില്ല. ഇത് കേരളമാണ്. ഇന്ന് തെറി വിളിക്കുന്നവൻ നാളെ മാറ്റി പറയും. പക്ഷെ വിവരം ബുദ്ധിയും ബോധമുള്ളവർ അങ്ങനെ ചെയ്യത്തില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് താഴെ കമന്റ് ചെയ്തേക്കേട്ടോ. എന്തായാലും എനിക്ക് പറയാനുള്ള ഇത്രയൊക്കെ തന്നെയാണ്. കൂടുതലൊന്നും പറയാനില്ല. ഇതൊക്കെ ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്.
പക്ഷെ കൂടുതലായിട്ട് നമുക്ക് തെറിവിളി മാത്രം കിട്ടി.